ഹലോ ഗൈസ്, 27 ആഫ്റ്റർ മെയിൻ്റെനൻസ്. സോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വന്നിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് ഡെയിലി ഗെയിം വെച്ചുകൊണ്ട് തുടങ്ങാം. ഗൈസ്, ഡെയിലി ഗെയിം ഓക്കെ. നമ്മൾ ഡെയിലി ഗെയിം ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ കുറേ പെനാൽറ്റി മിസ്സാക്കിയിട്ടുണ്ട്. നമ്മൾ 33ാമത്തെ ലാപ്പായിട്ടുള്ളൂ, ഒരുപാട് ബാക്കിലാണ്. സോ നമുക്കിനി എന്തൊക്കെയാണ് പുതിയതായിട്ട് കൊണ്ടുവന്നു നോക്കാം. എന്തൊക്കെ കൊനാമി കൊണ്ടുവന്നു, കുറേ എന്തൊക്കെയാണ് കേട്ടിരുന്നത്. സോ നെയ്മറാ ഗൈസ് ലോഗിൻ. നെയ്മറിൻ്റെ ലോഗോ ഇട്ടുന്നുണ്ട്. സാൻറ്റോസിൻ്റെ പഴയതാണ്. സാൻറ്റോസിൻ്റെ പഴയ കാൽ നെയ്മറിൻ്റെ ലോഗോ. സോ നമുക്കിനി വേണ്ട എന്തൊക്കെ കുറേ സാധനമുണ്ട്. ലോഗിൻ ബോണസ് അവതാർ. ഓക്കെ, നെയ്മറിൻ്റെ അവതാർ നെയ്മറാ. സോ ഗായ്സ്, നമുക്ക് നെയ്മറിനെ കിട്ടിയിട്ടുണ്ട്. നെയ്മറിനെ എത്ര റേറ്റിംഗ് പോകും നോക്കാം. നമ്മളെ മെസ്സിൻ്റെ പോലെ ആവും ചിലപ്പോൾ, ഡബിൾ ബൂസ്റ്റർ മെസ്സി അതുപോലെ എന്തെങ്കിലും. സോ ഗായ്സ്, ഇത് ഊമ്പിക്കലാണ്. ഇത് എന്തിനാണ് ഗായ്സ്? കുറേ ജീപ്പുണ്ട്. നമുക്ക് ജീപ്പ് വെച്ചെടുക്കാനല്ലേ ഉള്ളൂ. ഇത് എന്താണിത്? ആളെ പൊട്ടനാക്കിയ ഒരുമാതിരി ഊമ്പിച്ച പരിപാടിയായി പോയി. ബ്രസീലിയൻ ലീഗ് കിക്ക് ഓഫാ. ഫ്രീ സ്പിൻ ഉണ്ട്. എന്താ നോക്കട്ടെ ഗൈസ്. പോയക്കട്ടെ, ബ്രസീലിയൻ ലീഗ് കിക്ക് ഓഫ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഓ ഗൈസ്, 100 പ്ലേയേഴ്സ് ഉള്ളൊരു പാക്കാണ് ബ്രസീലിയൻ ലീഗ് കിക്ക് ഓഫ്. ഗൈസ്, എസ്റ്റാവോ എന്നിട്ടുള്ള പ്ലെയർ ഉണ്ട്. ഇപ്പം ഭയങ്കര സ്പീഡൊക്കെ നല്ല സ്പീഡൊക്കെയാണ് തോന്നുന്നത്. ഒരു കാർഡ് വന്നിരുന്നു ഇതിന് മുമ്പ്, കുറച്ച് കാലം മുമ്പ്, ഡബിൾ ബൂസ്റ്റർ തന്നെ. സോ അവൻ്റെ ഒരു ബ്ലിറ്റ്സ് കളറാണ് വന്നിട്ടുള്ളത്. പിന്നെ ആൽബർട്ടോ എന്ന് പറഞ്ഞിട്ടൊരു പ്ലെയർ, ഫിനോമിനൽ ഫിനിഷിങ്, മൊമെൻ്റം ട്രിബിളിംഗ് ഉള്ള ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. സോ ലൂക്കസ്. അങ്ങനെ കുറച്ച് ഇതാണ്, ലിസ്റ്റാണ്. ഇങ്ങനെയാണ് ഷോർട്ട് ടൈം പാക്ക് ബ്രസീലിയൻ ലീഗ്. ജസ്റ്റ് നോക്കണ്ട, നമ്മൾ ജസ്റ്റ് ഒന്നും നോക്കാനില്ല. ജസ്റ്റ് സ്പിൻ ചെയ്യാം. അത്യാവശ്യം ജസ്റ്റ് സ്പിൻ എഴുതി കൊടുക്കുന്നുണ്ട്. ഫ്രീ സ്പിൻ. ഓക്കെ, ഒരു ഉണ്ടപ്പോലില്ല. ഗായ്സ്, ഫ്യൂച്ചേർഡ് കാർഡ് അടിച്ചിരിക്കുകയാണ്. അല്ല, ഫ്യൂച്ചേർഡ് കാർഡ്, ഷോർട്ട് ടൈം ഫ്യൂച്ചേർഡ് അടിച്ചിരിക്കുകയാണ്. ഓ, സോ വെറുതെ കിട്ടിയതാണ്. അത് ശരി, എന്തായാലും കിട്ടിയിരിക്കണ്. പിന്നെ ഇവിടെ എന്താ സൂപ്പർ ലീഗിൻ്റെ ഒന്നുണ്ട്. സൂപ്പർ ലീഗ് ഞാൻ ആ ബ്രസീലിൻ്റെ അത് അവിടെ കൊടുത്ത ഫ്രീ സ്പിൻ ഇവിടെ നിന്നിരുന്ന കുറച്ചും കൂടി നന്നായിരുന്നു. സൂപ്പർ ലീഗ് അത്യാവശ്യം കുറച്ച് പ്ലേയേഴ്സ് ഉണ്ടല്ല. ഓ, വിക്ടർ ഓസിമനൊക്കെ വന്നിട്ടുള്ളത്. വിക്ടർ ഓസിമൻ്റെ ഏതാണ് ഇത് വരുന്നത്? സോ ഫിനോമിനൽ ഫിനിഷിങ് വിക്ടർ ഓസിമൻ ആ ലെവലാവും, കളി ആ ലെവലാവും. ഓക്കെ, നമുക്ക് ഇത് നോക്കാം. സ്പോർട്സ് നോക്കാം. പ്ലെയർ ഓഫ് ദി വീക്ക് സാവി സിമോൺ നമ്മളെ നെതർലാൻഡിൻ്റെ പ്ലെയറാണ്. അതാണ് നാഷണൽ ടീമാണ് ഇപ്രാവശ്യം വന്നിട്ടുള്ളത്. അൽമദ വന്നിട്ടുണ്ട്, നമ്മളെ അർജൻറ്റീനൻ്റെ അൽമദ. മൈക്കിൾ ഓളീസ് വന്നിട്ടുണ്ട്. ജോഷു കിമിച്ചി, മൈഗാൻ വന്നിട്ടുണ്ട്. സെറ്റായിരിക്കും മൈഗാൻ്റെ കാർഡൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. നമ്മളെ സ്പെയിനിൻ്റെ മൈക്കിൾ ഒയാൾ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ പോർച്ചുഗലിൻ്റെ ഒരു പ്ലെയർ വന്നിട്ടുണ്ട്. ട്രിങ്കോ എന്താ അറിയില്ല, പേരൊന്നും അറിയില്ല. റിയർസൺ നമ്മൾ നോർവേൻ്റെ പ്ലെയറാണ്. അത്ര കീന് CF ഇറ്റലി. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ കുറച്ച് കാർഡാണ് വന്നിട്ടുള്ളത്. ജസ്റ്റ് നോക്കുക. നമുക്ക് എന്തായാലും ഈ ടാർഗറ്റ് അൽമദ അപ്പം അങ്ങനെയാണല്ലോ. അൽമദ അല്ലാണ്ടെങ്കിൽ മൈഗണ് അൽമദ, അല്ലെങ്കിൽ ആരെ പോവും, അല്ലേ ഇപ്പോൾ ഇതിലാരാ? ഇവരെ രണ്ടാളും ആരെങ്കിലും. വേറെ ടാർഗറ്റ് ഇല്ല. ഇവനിപ്പോൾ ഏതാ ഫൂട്ടൊക്കെ. ഓക്കെ, നമ്മൾ അൽമദ് മൈഗണ്. അൽമദായിരിക്കും മെയിൻ ടാർഗറ്റ്. നമുക്കൊരു ഫ്രീ കാർഡൊക്കെ ഉണ്ട്.
സോ ഇനി നമുക്ക് വേറൊരു പാക്ക്, ഇറ്റാലി ലീഗിൻ്റെ ഒരു പാക്കാണ് വന്നിട്ടുള്ളത്. ലുക്കാക്കു, ഫെലിക്സ്, ജാവ് ഫെലിക്സ്, ലുക്കാക്കു, അങ്ങനെ ഒരുപാട് പ്ലേയേഴ്സ്, അത്യാവശ്യം കുഴപ്പമില്ലാത്ത പ്ലേയേഴ്സൊക്കെ ഉള്ളൊരു പാക്കാണ്. ഞാൻ എടുക്കാനും സജസ്റ്റ് ചെയ്യില്ല, വേണമെങ്കിൽ എടുക്കുക ഇത്ര ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ. സോ അതൊക്കെയാണ് ഇപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ളത്. വേറെ ഒന്നും പുതുതായിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. പാക്സ് ഒന്നും പുതുതായിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ ഒന്നുമില്ല. മാച്ചിലോട്ട് പോയേക്കാം. ഓക്കെ, സ്ട്രൈക്കർ ഇത് വന്നിട്ടുണ്ട്. നമ്മളെ സ്ട്രൈക്കർ അറിയണമെന്നുള്ള പരിപാടി വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ടൂർണമെൻറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊന്നും ക്വാളിഫൈ ആയിട്ടില്ലല്ലോ. പക്ഷെ നമ്മൾ ക്വാളിഫൈ ആയോ? സോ ഗൈസ്, ഇതാണ് വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇറ്റാലിയൻ ക്ലബ്സ് ഇവിടെ കോയിൻ ഉണ്ടാവും. സോ കോയിൻ ഓക്കെ, കോയിൻ ഉണ്ടായില്ല. എനിക്ക് 50 കോയിൻ ഉണ്ട്. അത് മാത്രമേ വന്നിട്ടുള്ളൂ. ഇവിടെ നമുക്ക് നോർമലി നാഷണൽ ടീം പ്ലെയർ ഓഫ് ദി വീക്കാണ് അത്. ഓക്കെ, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പുതുതായിട്ട് കൊണ്ടുവന്നിട്ടില്ല. എന്തായാലും അതൊക്കെയാണ് പുതുതായിട്ടുള്ളത്. പക്ഷെ നമുക്കാണെങ്കിൽ മറ്റേ കിട്ടിയ ഫ്യൂച്ചേർഡ് പ്ലെയറിനെ ഒന്ന് ട്രെയിനൊക്കെ ചെയ്ത് നോക്കാം, എത്ര പോകുന്നൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, ട്രെയിൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് നോക്കാം എത്ര റേറ്റിംഗ് പോകും നോക്കാം. ഇതൊക്കെ നോക്കാം. CB ആണല്ലോ, നോക്കാം യൂസ്ഫുൾ ആവുമോ നോക്കാം. ആകാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് നോക്കാം. യൂസ്ക്കൊന്നുമില്ലല്ലോ. കട്ടെ, അധികം റേറ്റിംഗ് ഒന്നും ഇല്ല. ഒരു മിനിറ്റ്, ഡിസ്ട്രോയർ ആണോ? ഓക്കെ, CB ആണ്, ഡിസ്ട്രോയർ ആണ്. നോക്കുമ്പോൾ 98 റേറ്റിംഗ് വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് നോക്കാം, കാര്യങ്ങളൊക്കെ നോക്കാം. ഹെഡിങ് 86 വരുന്നുണ്ട്. നല്ല കാര്യം. ഡിഫെൻസീവ് അവെയർനെസ് ഒക്കെ നല്ലതാണ്, ഒക്കെ അടിപൊളി. ഡിഫെൻസീവ് എബിലിറ്റീസ് ഒക്കെ അടിപൊളിയാണ്. ജമ്പിങ് 95 വരുന്നുണ്ട്. ഫിസിക്കൽ കോണ്ടാക്ട് 91 വരുന്നുണ്ട്. നല്ല കാര്യം. സ്റ്റാമിന കുറച്ച് കുറവാണ്, വിഷയമല്ല. ആക്സിലറേഷൻ കുറവാണ്, സ്പീഡ് കുറവാണ്. സ്പീഡ് അത് മതിയാവോ? അത് വലിയ വിഷയമൊന്നുമില്ല. ആണെങ്കിൽ ജസ്റ്റ് സ്പീഡൊക്കെ കൂട്ടി ട്രെയിൻ ചെയ്താൽ മതി. അഗ്രഷനൊക്കെ ഉണ്ട്. ഡിഫെൻസീവ് എബിലിറ്റീസ് വേണമെങ്കിൽ കുറച്ചിട്ട് സ്റ്റോളൊന്ന് കൂട്ടി കൊടുത്താൽ മതി. പ്രത്യേകിച്ചൊന്നുമില്ല, വലിയ വിഷയമൊന്നുമില്ല. കുറച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. നല്ല പ്ലെയർ മോശമൊന്നുമല്ല, നല്ല പ്ലെയർ. ഓക്കെ, ഫോം നോക്കുകയാണെങ്കിൽ ഓക്കെ, സ്റ്റാൻഡേർഡ് തന്നെയാണ്, വിഷയമില്ല, സ്റ്റാൻഡേർഡാണ്. സോ ഇതൊക്കെയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ വരുന്നവരെ ബൈ.